ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങൾ. നമുക്കൊക്കെ വളരെ പരിചിതമായ ചില വാക്കുകളാണ് ഈ വേദഭാഗത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധയോടെ ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്ന ചിന്തകളെ, ബോധ്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്ന സുപ്രധാനമായ ഒരു പ്രശ്നമാണ് ആധ്യാത്മിക മേഖലയിലുള്ള ഒരു മടുപ്പ് എന്ന് പറയുന്നത്. ഈ നാളുകളിൽ ഞാനത് വളരെ വ്യക്തികളിൽ കാണാറുള്ള ഒരു പ്രതിസന്ധിയാണ്. ദൈവവചനത്തിൻ്റെ മുന്നിലേക്ക് വളരെ ആവേശത്തോടുകൂടെ പല ആളുകളും കടന്നു വരും. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ അവർ കേൾക്കും. വളരെ സത്യസന്ധമായി ദൈവത്തിൻ്റെ വചനത്തെ അവർ സ്വീകരിക്കും. അതിനെ അനുസരിക്കാനുള്ള സ്റ്റെപ്സ് ഓരോന്നോരോന്നായി അവർ വയ്ക്കും. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതിൻ്റെ തീവ്രമായൊരു നിലപാടിൽ അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ ചുറ്റുപാടുകൾ അവരെ അവഗണിക്കുകയും ഇവരുടെ മാനസിക നില തെറ്റി എന്ന് പറഞ്ഞ് ഇവരെ നന്നായി കളിയാക്കുകയും ചെയ്യുന്ന ഒരനുഭവം എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൻ്റെ ഒഴുക്കിനൊത്ത് ഓടാൻ സാധിക്കുകയില്ല. ആ വ്യക്തി ഈ ലോകം നൽകുന്ന കാഴ്ചപ്പാടുകളോടും ലോകം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ലോകപരമായി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നിലപാടുകളോടുമൊക്കെ ചിലപ്പോൾ ഒരു എതിർ നിലപാട് എടുക്കേണ്ടതായിട്ട് വരും. അത് ദൈവവചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഒരു വലിയ ശതമാനം ജനവും ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഇഷ്ടങ്ങളും അനുസരിച്ച് നീങ്ങുന്ന ആളുകളാണ്. അവരുടെ നടുവിൽ വളരെ ചുരുക്കമായിട്ടുള്ള ചില വ്യക്തികളായിരിക്കാം ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് എതിരായിട്ട് ദൈവത്തിൻ്റെ വചനത്തോട് പ്രതിബദ്ധത പുലർത്തി ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ നിലപാട്, പൊതുജനത്തിൻ്റെ നിലപാട് എന്നത് എപ്പോഴും ഭൂരിപക്ഷത്തോട് ചേർന്നുള്ള നിലപാടാണ്. ഭൂരിപക്ഷം എല്ലാവരും ഒരു രീതിയിൽ നീങ്ങുകയാണെങ്കിൽ നാമും ആ രീതിയിൽ നീങ്ങണം. അതാണ് ലോകത്തിൻ്റെ തത്വം എന്ന ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യന്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ നിലപാടിന് അനുകൂലമായി നീങ്ങാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഇവൻ ഭൂരിപക്ഷത്തിൻ്റെ നിലപാടിന്, രീതികൾക്ക് എതിരായ നിലപാട് ഇവൻ എടുക്കുമ്പോൾ ഇവൻ കുറ്റപ്പെടുത്തപ്പെടുന്ന, ഇവൻ അവഗണിക്കപ്പെടുന്ന, കളിയാക്കപ്പെടുന്ന സാഹചര്യം ഈ വചനമനുസരിക്കുന്ന വ്യക്തിയിൽ സംജാതമാവുകയാണ്. ഇവിടെയാണ് വാസ്തവത്തിൽ ഇവരാകെ തളർന്നു പോകുന്നത്. എനിക്ക് എൻ്റെ മുൻപിൽ അറിയാവുന്ന പല വ്യക്തികളുമുണ്ട്. ഞാനിത് സംസാരിക്കുമ്പോൾ സുവിശേഷം കേട്ടിട്ട് സത്യസന്ധമായി സുവിശേഷത്തോട് പ്രതിബദ്ധത പുലർത്താൻ അവർ ശ്രമിച്ചപ്പോൾ ചുറ്റുപാടുകൾ അവരെ നന്നായി കളിയാക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും അവർക്ക് മാനസിക പ്രശ്നമായി വട്ടായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളിൽ മനസ്സ് മടുത്ത, തളർന്ന അനുഭവത്തിൽ ഇവർ പലരും പിന്നെ എന്നെ സമീപിക്കാറുണ്ട്. അവർ പറയും, അച്ഛാ മടുത്തു, വചനം അനുസരിച്ചൊന്നും ജീവിക്കാനൊന്നും നടക്കത്തില്ല. അത് നടക്കുമ്പോൾ ആളുകൾ എന്നെ കളിയാക്കുവാണ്, ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, എന്നെ മാറ്റി നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും സങ്കടം പറയുന്നത് കാണാറുണ്ട്. ചില ആളുകൾ തിരികെ വന്ന് സങ്കടമൊന്നും പറയാറില്ല. ചില ആളുകൾ അതിലങ്ങ് മടുത്ത്
എന്നാൽ പിന്നെ ലോകത്തിൻ്റെ ഒഴുക്കിനൊത്തങ്ങ് പോയേക്കാം എന്നുള്ളൊരു തീരുമാനമെടുത്ത് അവരങ്ങ് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ആധ്യാത്മിക മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാട് ലോകത്തിൻ്റെ ഒഴുക്കിന് എതിരായി പോകാനുള്ളൊരു കാഴ്ചപ്പാടല്ല. ഇന്നത്തെ ആധ്യാത്മിക മനുഷ്യൻ അന്വേഷിക്കുന്നത്, ഇന്നത്തെ ക്രിസ്ത്യാനി അന്വേഷിക്കുന്നത് ലോകത്തിന് അനുകൂലമായി പോകാൻ ദൈവത്തിൻ്റെ സഹായം അന്വേഷിക്കലാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുകൂലമായി ജീവിക്കാൻ ദൈവം എന്നെ സഹായിക്കണം. ഇതാണ് ഇന്നത്തെ ഒരു ആധ്യാത്മിക അന്വേഷണം. ഇത് വേദപുസ്തകത്തിന് പൂർണ്ണമായിട്ടും എതിരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഒരു വെളിച്ചമില്ല. മാത്രമല്ല, അങ്ങനെ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പോലുമില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതി ശരിയാണ് എന്ന് ചിന്തിക്കാനാണല്ലോ നമുക്കിഷ്ടം. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊരു തെറ്റുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പലപ്പോഴും നമുക്ക് മനസ്സില്ല. ഇനി ഒരുപക്ഷെ നമുക്ക് വലിയ തട്ടുകേടൊന്നും ഉണ്ടാക്കാത്തൊരു തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ തിരുത്തിയേക്കാം. പക്ഷേ ഞാൻ എന്നെ തിരുത്തുമ്പോൾ അത് എൻ്റെ സമൂഹത്തിൻ്റെ മുന്നിലുള്ള അക്സെപ്റ്റൻസിനെ ഇടിക്കുന്ന ഒരു തിരുത്തലാണെങ്കിൽ ഞാൻ ആ തിരുത്തലിന് തയ്യാറാകില്ല. ഇതാണ് പലപ്പോഴും ഇന്നത്തെ നമ്മുടെ പ്രശ്നം. സമൂഹം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു തിരുത്തലാണെങ്കിൽ ഞാൻ തിരുത്താം, അല്ലെങ്കിൽ ആരും അറിയില്ലാത്തൊരു തിരുത്തലാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. പക്ഷേ ഞാനൊരു തെറ്റ് തിരുത്തിയത് ലോകം അറിയുന്നുവെങ്കിൽ, ഞാൻ ആ തെറ്റ് തിരുത്തിയതിൻ്റെ പേരിൽ, ഞാൻ പുതിയ കാഴ്ചപ്പാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ലോകം എന്നെ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ ഞാൻ എൻ്റെ തെറ്റുകളെ തിരുത്താൻ അവിടെ ഞാൻ തയ്യാറാകുന്നില്ല. ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. ഇന്നത്തെ ആധ്യാത്മിക മനുഷ്യൻ അന്വേഷിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഹൃദയം തുറന്ന് പരിശോധിക്കാം. നാം അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണോ? ലോകത്തിനെതിരായി ദൈവവചനത്തിന് അനുസൃതമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ധൈര്യമുള്ളൊരു വ്യക്തിയാണോ നാം? ഞാൻ തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണോ? നിങ്ങളെക്കുറിച്ച് തന്നെ സ്വയം പരിശോധിക്കുക. ലോകത്തിൻ്റെ ഇഷ്ടത്തിന് അനുകൂലമായി നീങ്ങാതെ ദൈവത്തിൻ്റെ വചനത്തിന് അനുകൂലമായി നീങ്ങാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണോ? അങ്ങനെ ലോകത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി നിങ്ങൾ നീങ്ങുമ്പോൾ ലോകം നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ അതിനെ ഉൾക്കൊള്ളാൻ, ആ കുറ്റപ്പെടുത്തലിനെ വില കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ ഹൃദയം ഒരുക്കമാണോ? ഇനി അഥവാ നിങ്ങൾ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയാണ്? ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം അച്ചട്ടായി അനുസരിക്കുമ്പോൾ ഭൂരിപക്ഷത്തോട് ചേർന്ന് അയാളെ കുറ്റപ്പെടുത്തുന്ന ആളാണോ നിങ്ങൾ? അതോ ആ വ്യക്തി നീതി പുലർത്തുന്ന വചനത്തോട് നീതി പുലർത്തുന്ന ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇതൊക്കെ നമ്മൾ സ്വയം പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ആധ്യാത്മിക ജീവിതത്തിൽ ഇതൊക്കെ അത്ര പ്രധാനമാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനേകം ആളുകളെ സുവിശേഷാധിഷ്ഠിത ജീവിതം നയിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് വചനാനുസരണത്തിൽ അവർ നേരിടുന്ന അപമാനമാണ്, ഒറ്റപ്പെടുത്തലാണ്, കുറ്റപ്പെടുത്തലാണ്. അതിൽ നിന്ന് എത്രയോ ആളുകൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ളവരെ അഭിസംബോധന ചെയ്തിട്ട് പറയുന്ന ഒരു വേദഭാഗമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലും നിന്ദയും അപമാനവും സഹിക്കേണ്ടി വരുന്ന ആളുകൾക്കുള്ള ഒരു ആശ്വാസത്തിൻ്റെ വചനമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ എബ്രായ ലേഖനത്തിലെ ഞാനിപ്പോൾ വായിച്ച വേദഭാഗത്തെ സൂചിപ്പിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: നിങ്ങൾ അപമാനവും നിന്ദയും സഹിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനെ പ്രതി കഷ്ടപ്പാട് സ്വീകരിക്കുന്ന വ്യക്തിയായിരിക്കാം. അവിടെ പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യനും യേശുവിനെ നോക്കിക്കൊണ്ട് മാത്രമാണ് അയാളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റത്തുള്ളൂ. പല ആളുകളും എന്തുകൊണ്ടാണ് മടുത്തു പോകുന്നത്? എന്തുകൊണ്ടാണ് വചനാധിഷ്ഠിത നിലപാടുകൾ എടുക്കുമ്പോൾ നേരിടുന്ന കുറ്റപ്പെടുത്തലിൻ്റെ നടുവിൽ അവർ മടുത്തു പോകുന്നത്? കാരണം അവർ ആ നിലപാടെടുത്തത് യേശുവിനെ നോക്കിയല്ല. അതാണ് പ്രശ്നം. യേശു ക്രിസ്തുവിനെ നോക്കുക എന്ന് പറയുന്നത് ഒരു സുപ്രധാനമായ സൊല്യൂഷനാണ്. പൗലോസ് ഇവിടെ പറയുന്നൊരു സൊല്യൂഷനാണ്. അപ്പോൾ യേശുവിനെ നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വൻ സൊല്യൂഷനാണ്. ഒരു വലിയ ഏതൊരു പ്രശ്നത്തിൻ്റെ മേലുള്ള ഒരു സൊല്യൂഷനാണ് യേശുവിനെ നോക്കുക. പലപ്പോഴും ഇന്ന് പരിഹാരങ്ങൾക്കായിട്ട് ഒരുപാട് ആളുകൾ ഓടി നടക്കുന്നുണ്ട്.
എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, എനിക്കതിന് പരിഹാരം വേണം, സൊല്യൂഷൻ വേണം. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ഓടി നടക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ വാക്കൊന്ന് വിലക്കെടുക്കാമോ? പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുക, സൊല്യൂഷൻ യേശുവിനെ നോക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രശ്നത്തിനും യേശുവിനെ നോക്കിയ സൊല്യൂഷനുണ്ട്. കാരണം യേശു എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയ ഒരാളാണ്. പറയുന്നുണ്ട്, അപ്പോസ്തലൻ പറയുന്നുണ്ട്, വേറൊരു വേദഭാഗത്ത് പറയുന്നുണ്ട്, പാപമൊഴികെ മറ്റെല്ലാത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് ക്രിസ്തു. പാപമൊഴികെ മറ്റെല്ലാത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് ക്രിസ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ അറിയാം. യേശുക്രിസ്തു നമുക്കൊരു മാതൃകയാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അവനൊരു മാതൃക നമുക്ക് വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് യേശുക്രിസ്തു ഒരു ഉത്തമനായ മാതൃകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നോക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ സൊല്യൂഷൻ, പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിന് ഒരു ഉത്തമ മാതൃക ദർശിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എല്ലാ പ്രശ്നം, അപമാനം എന്ന് പറയുന്ന നിന്ദ നിങ്ങൾ നേരിട്ടാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം? രോഗമെന്ന് പറയുന്ന പ്രതിസന്ധി നേരിട്ടാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം? പൈശാചിക ബന്ധനങ്ങൾ നിങ്ങളെ നേരിട്ടാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം? ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണം? എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട് ക്രിസ്തുവിലേക്ക് നോക്കിയാൽ. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുക. അവിടെ 2 അട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ. യേശുവിനെ നോക്കുക എന്നുള്ള ഒറ്റ വാക്കല്ല, അതിന് മുമ്പ് 2 വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഒന്ന്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ നോക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 തലങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തു വിശ്വാസത്തിൻ്റെ നായകനാണ്, ലീഡർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നായകനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അപമാനങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതിനെ പ്രതി ഒരു മനുഷ്യന് നേരിടുന്ന അപമാനങ്ങളെ അവൻ ഫേസ് ചെയ്യേണ്ടത് ഫെയ്ത്ത് കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം ആരെ നോക്കിയാണ് പഠിക്കേണ്ടത്? യേശുക്രിസ്തുവിനെ നോക്കിയാണ് പഠിക്കുന്നത്. യേശുക്രിസ്തുവാണ് വിശ്വാസത്തിൻ്റെ നേതാവ്. വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് അബ്രഹാമിനെ നമ്മൾ പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനായിട്ട് യേശുക്രിസ്തുവിനെയാണ് പുതിയ നിയമം പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നത്. വിശ്വാസികളുടെ പിതാവ് അബ്രഹാം പിതാവിനെ പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ നായകൻ യേശുക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് തൻ്റെ നേരെ കടന്നു വന്ന അപമാനങ്ങളോടും നിന്ദകളോടുമുള്ള യേശുക്രിസ്തുവിൻ്റെ നിലപാട്. താൻ തൻ്റെ നേരെ വന്ന അപമാനങ്ങളോടും നിന്ദകളോടുമൊക്കെ വളരെ ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനെയൊക്കെ താൻ സത്യത്തിൽ ഒരു നിരാശാപൂർണമായ സ്വീകരണമായിരുന്നില്ല. തൻ്റെ നേരെ വന്ന അപമാനങ്ങളെ താൻ വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. കാരണം നമുക്കറിയാം, ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു തന്നെ പറയുന്ന സുപ്രധാനമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, എന്നെ പ്രതി നിങ്ങൾ നിന്ദയും പീഡയും ഏൽക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചിരിക്കുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചാനന്ദിപ്പിൻ. യേശുക്രിസ്തു ഇത് തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന ആളാണ്. യേശുക്രിസ്തു കാണിച്ചു തന്നു. എന്ത് കാണിച്ചു തന്നു? യേശുക്രിസ്തു കാണിച്ചു തന്നത് നിന്ദയും പീഡയും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നിനക്കുണ്ടാകുമ്പോൾ അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ പ്രതിഫലത്തെ ഓർത്തുകൊണ്ട് നീ അതിനെ അതിജീവിക്കുവിൻ. ഇതാണ് യേശു കാണിച്ചു തരുന്ന മാതൃക, സ്വർഗത്തിലെ പ്രതിഫലത്തെ. അപ്പോൾ സ്വർഗത്തിലെ പ്രതിഫലം എന്നൊക്കെ ഉള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഏത് ക്രിസ്ത്യാനിക്കാണ് സ്വർഗത്തിലെ പ്രതിഫലത്തെക്കുറിച്ച് അറിവില്ലാത്തത്? എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഇതൊക്കെ നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ സ്വർഗത്തിലെ പ്രതിഫലം എന്ന തിരിച്ചറിവ് ഈ ഭൂമിയിലെ പ്രതിസന്ധിയെ ഫേസ് ചെയ്യാനുള്ള കരുത്തായി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അവിടെയാണ് യേശുക്രിസ്തു വിജയിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺവെർഷൻ നടത്തുന്നവനെയാണ് വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് വിളിക്കുന്നത്. ഞാൻ പറയുന്നത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ പ്രതി ഒരുവൻ നിന്ദയും പീഡയും ഏറ്റാൽ അവന് സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു.
ഇതറിയില്ലാത്ത ക്രിസ്ത്യാനികൾ ആരുമില്ല. കാരണം ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത് എന്ന് പറയുന്ന ആ സൂക്തങ്ങൾ അതറിയില്ലാത്ത ക്രിസ്ത്യാനിയില്ല. അതെല്ലാവരും നന്നായി പറയുന്ന കാര്യങ്ങളാണ്. ആ സൂക്തങ്ങളിലെ സുപ്രധാനമായ ആ ഭാഗ്യവർണ്ണനകളിലെ സുപ്രധാനമായ ഒരു ഭാഗ്യവർണ്ണനയാണ് നിങ്ങൾ എന്നെ പ്രതി നിന്നെയും പീഡയും സഹിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതെല്ലാം ക്രിസ്ത്യാനിക്കും അറിയാം. സത്യത്തിൽ ഈ ഒരു അറിവ് അവൻ്റെ ലൈഫിൽ ബോധ്യമായിട്ട് അവനൊരു കൺവെർഷൻ സാധിച്ചാൽ അവൻ്റെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും അവനെ അത് ബാധിക്കത്തില്ല. കാരണം ഇതെല്ലാം സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലം കൂട്ടിവെക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊരു അറിവായിട്ട് ക്രിസ്ത്യാനിയുടെ തലയ്ക്കുള്ളിൽ ഉണ്ടെങ്കിലും ഇതിനെ ഒരു ജീവിതഗന്ധിയായി രൂപാന്തരപ്പെടുത്തുന്നതിൽ ക്രിസ്ത്യാനി പരാജയമാണ്. അതുകൊണ്ടാണ് നിന്ദകളെയും അപമാനങ്ങളെയും ഓർത്ത് മനുഷ്യൻ മടുത്തു പോകുന്നത്. നിന്ദയും അപമാനവും പ്രതിസന്ധിയായി അവതരിപ്പിച്ചുകൊണ്ട് പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു വാക്യം വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. ഈ ഒരു വാക്യം അറിവായി പരിണമിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്യം വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള ഡിഫറൻസ് എന്താണ്? യേശുക്രിസ്തുവിൽ ഈ വാക്യം അറിവല്ല. യേശുക്രിസ്തുവിന് ഈ വാക്യം വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ നേരെ നിന്ന കടന്നു വരുമ്പോൾ, തൻ്റെ നേരെ ഒറ്റപ്പെടുത്തലുകളും പീഡകളും കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷത്തിൻ്റെ തിമിർപ്പാണ്. കാരണം വചനം അങ്ങനെയാണ്, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിന്നാണ്. അപ്പോൾ അത് സന്തോഷത്തിൻ്റെ തിമിർപ്പാണ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നേരെ കടന്നു വരുന്ന നിന്ന. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക്, അനുസരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെ തിമിർപ്പല്ല, അതൊരു മടുപ്പാണ്, അതൊരു സങ്കടത്തിൻ്റെ മടുപ്പാണ്. സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ നിന്ന് സങ്കടത്തിൻ്റെ മടുപ്പിലേക്ക് നമ്മൾ മാറുന്നത് ഈ വചനം വിശ്വാസത്തിൽ എടുക്കാത്തത് കൊണ്ടാണ്. ഈ വചനത്തെ വിശ്വാസമായി കൺവെർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. വേദപുസ്തകത്തിൽ ഈ ഒരു വചനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത്. ക്രിസ്ത്യാനിക്ക് ബൈബിൾ അറിയാത്തതിൻ്റെ കുഴപ്പമൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വചനവാക്യങ്ങൾ വിശ്വാസമായി കൺവെർട്ട് ചെയ്യുന്നതിൽ ക്രിസ്ത്യാനി പരാജയമാണ്, ഒരു സംശയമില്ല. ചുരുക്കമായി ചിലരൊക്കെ ഉണ്ട് അതനുസരിച്ച്. ഞാൻ അങ്ങനെയുള്ളവരെ ഇല്ലെന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ അടച്ച് പറയുകയല്ല. ചെറിയ ആൾക്കാരുണ്ട് നിശ്ചയമായി വിശ്വാസത്തിലേക്ക് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ കൺവെർട്ട് ചെയ്യുന്നതിൽ വിജയിച്ചവരുണ്ട്. പക്ഷേ ഒരു വലിയ ശതമാനം അതിൽ വിജയിക്കാത്തവരാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ വലിയ ശതമാനം എന്ന് പറയുമ്പോൾ ഒരു 90% എന്നൊക്കെ വേണമെങ്കിലും എൻ്റെ ഒരു അസസ്മെൻ്റ് അങ്ങനെയാണ്. ഒരുപക്ഷെ തെറ്റായിരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെയാണ് അസസ് ചെയ്യുന്നത്. കാരണം വളരെ ഒരു 10% അതിൽ താഴെയോ ജനമാണ് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസമായി കൺവെർട്ട് ചെയ്തവരായിട്ട് കാണാൻ സാധിക്കാറുള്ളൂ. മറ്റതെല്ലാം വചനത്തെ അറിവായി നിലനിർത്തുന്ന ആൾക്കാരാണ്. ഇന്നത്തെ പരിശീലനങ്ങളും വചനത്തെ അറിവായി മാറ്റാനുള്ള പരിശീലനങ്ങളാണ്. പലപ്പോഴും ദേവാലയങ്ങളിലെ ഭക്തസംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പല മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് വചനത്തെ അറിവായി കൺവെർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ എത്ര വാക്യം കാണാപ്പാഠം പഠിച്ചു എന്നുള്ളതിൻ്റെ പരിശോധനകൾ, ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങളാണ് പലപ്പോഴും ഭക്തസംഘടന കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നത്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വചനത്തെ എത്രത്തോളം ഇൻ്റലക്ച്വൽ ലെവലിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അത്രത്തോളം വിശ്വാസിയായി മാറുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് മനുഷ്യനുള്ളത്. പക്ഷേ വചനം എത്രത്തോളം നിങ്ങളുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ ഉണ്ടെങ്കിലും, അറിവിൻ്റെ തലത്തിലുണ്ടെങ്കിലും വിശ്വാസമായി പരിണമിക്കുന്നില്ല. അവിടെയാണ് ക്രിസ്തു മാതൃകയാകേണ്ടത്, വിശ്വാസത്തിൻ്റെ നായകൻ. രണ്ടാമത് പറയുന്നത് അതിനെ പൂർത്തി വരുത്തുന്നവൻ എന്നാണ്. വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നവൻ എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഫെയ്ത്താണ്. ക്രിസ്തുവിൽ വചനത്തിൻ്റെ പൂർണ്ണത നമുക്ക് ദർശിക്കാൻ കഴിയും. വചന അനുസരണത്തിൻ്റെ സമ്പൂർണ്ണത ദർശിക്കാൻ കഴിയുന്ന ഏക വ്യക്തിത്വം, ഏക വ്യക്തിത്വം എന്ന് പറയാൻ പറ്റത്തില്ല, ഏക മാതൃക ക്രിസ്തുവാണ്. വചനത്തിൻ്റെ സമ്പൂർണ്ണത നടപ്പാക്കപ്പെട്ട ഏക മാതൃക ക്രിസ്തുവാണ്. അപ്പോൾ ഈ ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കണം. ഈ ക്രിസ്തു മാതൃകയാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനിയെ ജീവിക്കേണ്ടതെന്നുള്ളതിൻ്റെ അച്ചട്ടായ മാതൃകയാണ് ഈ ക്രിസ്തു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ ക്രിസ്തുവിലേക്ക് സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. വീണ്ടും പറയുകയാണ്, തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും
ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, എങ്കിലും അത് വചനമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നേരെ അപമാനം കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഓർമ്മ കടന്നു പോകുന്നത് എന്നെ ഇവൻ അപമാനിക്കുന്നല്ലോ എന്നതിലേക്കല്ല ക്രിസ്തുവിൻ്റെ ഫോക്കസ് പോകുന്നത്. എനിക്കൊരു സന്തോഷം വെച്ചിട്ടുണ്ടല്ലോ എന്നതിലേക്കാണ് ഫോക്കസ്. അപ്പോൾ അപമാനിതനാകുന്ന ഒരു വ്യക്തിക്ക് രണ്ട് വഴിയുണ്ട്, രണ്ട് ലക്ഷ്യങ്ങളിൽ അവൻ്റെ ഹൃദയം ഉറപ്പിക്കാൻ പറ്റും. അപമാനിതനാകുന്ന ഒരു വ്യക്തിക്ക് ഒന്നുകിൽ എന്നെ അവൻ അപമാനിച്ചല്ലോ എന്നതിൽ കൊണ്ടുവന്ന് അവൻ്റെ ഹൃദയം ഫിക്സ് ചെയ്ത് അവിടെ അവന് സങ്കടപ്പെടാൻ പറ്റും. രണ്ട്, എന്നെ അവൻ അപമാനിച്ചതിലൂടെ എനിക്കൊരു സന്തോഷം സ്വർഗത്തിൽ കരുതപ്പെടുന്നല്ലോ എന്നുള്ളതിലേക്ക് ഒരുത്തൻ്റെ മനസ്സ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് വഴികളിൽ എവിടെ ഞാൻ എൻ്റെ മനസ്സിനെ ഫിക്സ് ചെയ്യണമെന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഇവിടെ പറയുകയാണ്, യേശുക്രിസ്തു പറയാണ്, അവൻ അപമാനം അലക്ഷ്യമാക്കി. ആ വാക്ക് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ. അവൻ അലക്ഷ്യമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷ്യമില്ലാത്ത യാത്രയാണ്, അല്ലെങ്കിൽ അതിനൊരു വില കൊടുക്കാത്ത, അതിനൊരു ഗൗരവം കൊടുക്കാത്ത, അതിന് ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാത്ത ഒരു നിലപാടാണ് അലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ നേരെ കടന്നു വരുന്ന അപമാനങ്ങളെ, ഒറ്റപ്പെടുത്തലുകളെ, കുറ്റപ്പെടുത്തലുകളെ അവൻ അലക്ഷ്യമാക്കി. അതിന് വില കൊടുത്തില്ല, അതിന് യാതൊരു വിലയും കൊടുത്തില്ല. വെറുതെ അതിനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അതങ്ങ് പോട്ടെ, അതിനെ അവൻ ശ്രദ്ധിക്കുന്നതേ ഇല്ല. പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ തൻ്റെ മുമ്പിലുള്ള സന്തോഷത്തെ അവൻ വലുതായി കണ്ടു. തൻ്റെ മുന്നിലുള്ള താൻ ഈ ദൈവപിതാവിൻ്റെ ഹിതം നടപ്പാക്കുന്ന ഈ ദൗത്യം, അത് ദൈവപിതാവിന് സൃഷ്ടിക്കുന്ന സന്തോഷം, അതൊക്കെ താൻ വലുതായി കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, ക്രൂശിനെ സഹിച്ചു. ക്രൂശിനെ സഹിച്ചതുപോലും ഈ ദൈവപിതാവിലേക്കും ദൈവഹിതത്തിലേക്കും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് മുഴുവൻ ഫോക്കസ് ക്രിസ്തു കേന്ദ്രീകരിക്കുകയാണ്. വാസ്തവത്തിൽ ഗത്സമൻ എന്ന് പറയുന്നത് ഒരു ട്യൂണിങ് സ്പേസ് ആയിട്ട് നമ്മൾ കാണാം. നമുക്കറിയാം, ഒരു റേഡിയോയൊക്കെ നമുക്ക് അത് വർക്ക് ചെയ്യണമെങ്കിൽ, അതിൻ്റെ ചാനൽ കൃത്യമായി നമുക്ക് ലഭ്യമാകണമെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ആ നമ്പറുകളിൽ നമ്മൾ ആ റേഡിയോ കൊണ്ടുവന്നിട്ട് ട്യൂൺ ചെയ്ത് വെക്കണം. അപ്പോഴാണത് ക്ലാരിറ്റിയോടുകൂടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഗത്സമൻ ഒരു ട്യൂണിങ് സ്പേസായി തൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ക്രൂശിനെ മുഴുവനായിട്ടും ദൈവപിതാവിൻ്റെ ഹിതത്തിലേക്ക് ട്യൂൺ ചെയ്ത് ഫോക്കസ് ചെയ്ത് ക്രിസ്തു വയ്ക്കുകയാണ്. ആ ട്യൂണിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ അപസ്വരങ്ങളുണ്ട്. ആ അപസ്വരങ്ങളിൽ പെട്ടതൊന്നാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ ഏറ്റെടുക്കണമേ. പക്ഷെ അവിടെ ആ ട്യൂണിങ് ക്രിസ്തു വീണ്ടും കറക്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണെങ്കിലോ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അങ്ങനെ സമ്പൂർണ്ണമായി ദൈവഹിതത്തിലേക്ക് തൻ്റെ ക്രൂശിനെ ട്യൂൺ ചെയ്ത് വെക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ ഗത്സമനിൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിന്നെ ഈ ക്രൂശിനെ ക്രിസ്തു സഹിച്ചത് താൻ ട്യൂൺഡായിരിക്കുന്ന ദൈവപിതാവിൻ്റെ ഹിതം എന്ന് പറയുന്ന അതേ ആംഗിൾ, അതേ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മാത്രമാണ് 100% ഈ ക്രൂശിനെ ക്രിസ്തു അക്സെപ്റ്റ് ചെയ്തത്, സ്വീകരിച്ചു. നമുക്ക് ഈ ട്യൂണിങ് നടക്കുന്നില്ല, അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ദൈവഹിതത്തിലേക്കല്ല ട്യൂൺ ചെയ്യുന്നത്. നമ്മളുടെ റേഡിയോ ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം നമ്മളത് ആ പോയിൻ്റ് കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടില്ല. ട്യൂൺ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നില്ല. ട്യൂൺ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ പലപ്പോഴും നമ്മളതിൽ പരാജയമാണ്. അത് പിതാവിനോടൊപ്പം ഇരിക്കേണ്ട ഒരു പ്രൊസീജിയറാണ്. നമുക്ക് ട്യൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ നടന്നിട്ട് പറ്റത്തില്ല. റേഡിയോയുടെ അടുത്ത് ഇരുന്ന് തന്നെ അത് ശ്രദ്ധിച്ച് ട്യൂൺ ചെയ്യണം. മറ്റ് ശ്രദ്ധകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെർഫെക്ഷൻ ഉറപ്പുവരുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഫോക്കസ്ഡായിട്ട് ദൈവത്തോടു കൂടെ ഇരിക്കുന്നൊരു സമയം ഒരു മനുഷ്യനുണ്ടാണ്. അവിടെയാണ് ഈ ഒരു ഫൈൻ ട്യൂണിങ് നടക്കത്തുള്ളൂ. അപ്രകാരം ട്യൂൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിശ്ചയമായും ദൈവത്തിൻ്റെ ആ ഒരു ഹിതത്തിലേക്ക് നമ്മളുടെ അപമാനങ്ങളെ കൊണ്ടുവന്നെത്തിക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മളെ തകർക്കാനോ നശിപ്പിക്കാനോ പിന്നെ ആർക്കും പറ്റത്തില്ല. ചുറ്റും കിടന്ന് നന്നായി അപമാനിച്ചോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, എല്ലാവരും നമ്മളെ മാറ്റി നിർത്തിക്കോട്ടെ, സമൂഹം നമ്മളെ മാറ്റി നിർത്തിക്കോട്ടെ, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ അവനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് നാം നമ്മളുടെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് അത് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അപമാനത്തെ അലക്ഷ്യമാക്കണം. എന്നിട്ട് ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്: നിങ്ങളുടെ ഉള്ളിൽ
ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. വളരെ മനോഹരമാണ് ഈ 3 വാക്യങ്ങൾ. ഒരുപാട് ധ്യാനിക്കാനുള്ളതും ഒരുപാട് പ്രത്യാശയുടെ കരുത്ത് സമ്മാനിക്കുന്നതുമായ ഒരു വെളിച്ചമാണ് വാസ്തവത്തിൽ ക്രിസ്തുവിനെ പ്രതി പീഡയേൽക്കുന്നവർക്ക്, വചനത്തെ അനുസരിക്കുന്നതിനെ പ്രതി കുറ്റപ്പെടുത്തൽ സ്വീകരിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പീഡയുടെ സുപ്രധാനമായൊരു തെളിവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദൈവവചനം അനുസരിക്കാനുള്ള അവസരങ്ങളെ തട്ടിക്കളയരുത്. അതിനെന്ത് വില കൊടുത്തും അതിനെ അനുസരിക്കാൻ, ഏറ്റെടുക്കാൻ, സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കുക. അത് നിങ്ങൾക്ക് അപമാനത്തിന് കാരണമാകും, ഒരു സംശയവും വേണ്ട. കാരണം ലോകം ദൈവവചനത്തിനെതിരായിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപമാനത്തിന് കാരണമാകും. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ളവർ തന്നെ നിങ്ങളെ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിലും അതിനനുസരിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കട്ടെ. അത് ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാകട്ടെ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കൽപ്പിച്ച വചനങ്ങൾ ഞങ്ങൾക്ക് കരുത്തായി മാറണമേ. അങ്ങേ പ്രതി അപമാനം സ്വീകരിപ്പാൻ, അത് ജീവിതത്തിൻ്റെ നിരാശകളെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളെ, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒറ്റപ്പെടുത്തലുകളെ അലക്ഷ്യമാക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അതിനെ അലക്ഷ്യമാക്കി സ്വർഗത്തെ ശ്രദ്ധ വെച്ച് സന്തോഷത്തോടെ അതിനെ നേരിട്ട് നിത്യത പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമീൻ.